ഹലോ, എല്ലാവർക്കും സുഖാണോ? എന്തൊരു മഴയല്ലേ. വൈകുന്നേരം ആയപ്പോ എന്തെങ്കിലും കഴിക്കാൻ പോവും വേണം കടയിലോട്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ നല്ല മഴയാണ്, എങ്ങിട്ട് പുറത്തിറങ്ങാനാ പറ്റുന്നതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കപ്പ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അച്ചായൻ പറഞ്ഞു ഞാനത് പൊരിക്കുകയും ചെയ്യാം, 2-3 പീസ് എടുത്തിട്ട് നമുക്ക് വേവിക്കുകയും ചെയ്യാം, എന്നിട്ട് മുളക് പൊടിക്കാന്ന് പറഞ്ഞിട്ടോ. അപ്പൊ അത് നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ. പിന്നെ അച്ചായൻ അങ്ങോട്ട് കിച്ചണിൽ അങ്ങോട്ട് കയറി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2-3 ചായ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഹാപ്പിയാണ്, പിന്നെ ഞാനും ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മള് എല്ലാ ദിവസവും ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കുന്ന ഒരു കിച്ചണാണ് ഇത്. അപ്പൊ ഒരാളും കൂടി കൂട്ടിനുണ്ടെങ്കിൽ നല്ല സുഖല്ലേ. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് എല്ലാം തീർന്നു വിചാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോ പിന്നെയും കഴുകാൻ അവിടെ ഇരിക്കുന്നു. പിന്നെ അച്ചായൻ കേറിയ കിച്ചണല്ലേ, കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അലമ്പ. അതൊക്കെ നീറ്റാക്കി അപ്പൊ തന്നെ ചെയ്ത് വെച്ച് നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ലാസ്റ്റ് വരെ സന്തോഷത്തോടെ പോയി ഇരുന്ന് ചായ പിടിക്കാം. അങ്ങനെ അച്ചായൻ കുട്ടികൾക്ക് പൊരിക്കാനുള്ള കപ്പയില് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് കോൺഫ്ലവർ പൊടിയും പിന്നെ കുറച്ച് കളർ പൊടിയും സുർക്കയും ഉപ്പും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്, സാധാ കപ്പ ഉണ്ടാക്കുന്ന പോലെയല്ല, പൊരിക്കുന്ന പോലെയല്ല. ഞങ്ങൾ പൊരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുക. ഫോട്ടോയ്ക്ക് ക്യാമറയ്ക്ക് തിരിയാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും ഇതിൽ കൊള്ളിക്കും കേട്ടോ. അങ്ങനെ ആ സമയത്ത് ഇന്നൂസ് ആണെങ്കിൽ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവിടെ വന്നു നിന്നുകൊണ്ട് അങ്ങനെ അലമ്പാക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം പൊരിച്ചെടുക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എണ്ണ ചൂടായിട്ടില്ല. അപ്പോൾ എണ്ണ ചൂടാവാതെ ഇരുന്നപ്പോഴത്തേക്ക് കുറച്ച് നേരം കൂടി ആയിപ്പോയി. പിന്നെ കപ്പ വെന്തു. പിന്നെ ഇടയ്ക്ക് ആ ചായ ഉണ്ടാക്കിയത് ഞാൻ എടുത്ത ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചായയൊക്കെ കുടിച്ച് അങ്ങനെ കപ്പ വേവിക്കുന്ന സമയത്ത് തന്നെ ഇത്രയും ചായയും കുടിച്ചു. പിന്നെ മുളക് പൊടിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ മത്സരമാണ് കേട്ടോ. എനിക്ക് ഉപ്പിടണം, എനിക്ക് ഇത് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ശരി പറഞ്ഞിട്ട് ഞങ്ങൾ സിറ്റ് ഔട്ട് വന്ന് നോക്കുമ്പോൾ നല്ല പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. പിന്നെ നോക്കുമ്പോൾ എല്ലാം വലിച്ചു വാരി, എവിടെ പോയാലും എനിക്കുണ്ടാവും കുറേ പണി കേട്ടോ. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് കപ്പ പൊരിച്ചെടുത്തോണ്ട് ഒരാള് ഓടി വരുന്നു. തെന്നി അങ്ങോട്ട് വീഴും കേട്ടോ ചില സമയത്തൊക്കെ. പിന്നെ ഇന്നൂസും പോയിട്ട് കപ്പ വേവിച്ചതെടുത്തോണ്ടെന്നോ വെള്ളം കൊണ്ടുവന്നോ. ഞാൻ ക്യാമറമാനാണ്, ഞാൻ അവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുമായിരുന്നു. ഇതെല്ലാം ചെയ്തത് ഈ മൂപ്പരാണ് കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞാൻ വേഗം പോയി കട്ടൻ ചായയാണ് കേട്ടോ എടുത്തത്. അടിപൊളിയല്ലേ, കപ്പയും മുളക് പൊടിച്ചതും കട്ടൻ ചായയും പിന്നെ കപ്പ പൊരിച്ചതും. പിന്നെ അതെല്ലാം കഴിക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് മൂപ്പർക്ക് ചിക്കൻ കറിയും വേണം.